ഇമ്പോസിബിൾ അല്ലെങ്കിൽ അസാധ്യം എന്ന് പറയുന്ന വാക്ക് എൻ്റെ നിഘണ്ടുവിലില്ല എന്ന് പറഞ്ഞ് ലോക ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയ ചില ഭരണകർത്താക്കളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഈ ഇന്ന് കാണുന്ന ലോകത്തിൻ്റെ ഇന്നത്തെ ഭൂപടത്തെ അല്ല, മറ്റൊരു ഭൂപടത്തിൽ ഇന്നത്തെ ഇറാൻ അടങ്ങുന്ന പേർഷ്യയും ഈജിപ്തും ഈ ലോകത്തിൻ്റെ പകുതിയിലധികം ഭാഗങ്ങൾ കീഴടക്കി വളരെ ചെറുപ്പ കാലത്തിനുള്ളിൽ ഈ ലോകത്ത് നിന്ന് മറഞ്ഞ ചക്രവർത്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം നിരവധി രാജ്യങ്ങളെ കീഴടക്കി ഇനിയും മുന്നോട്ട് പോകുവാനുള്ള അദ്ദേഹത്തിന് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തൻ്റെ പട്ടാളക്കാരുടെ മുന്നിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈജിപ്തിലെ പിരമിഡുകളുടെ മുന്നിൽ ആയിരക്കണക്കിന് പടയാളികളെ സാക്ഷി നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നാം മുന്നോട്ട് പോകുന്നത് ഈ ഭാരതത്തെ കീഴടക്കുവാനാണ്, സിന്ധു നദിക്ക് അപ്പുറമുള്ള ഈ ഭൂപ്രദേശം കീഴടക്കുവാനാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച നിരവധി ആളുകൾ, മുന്നോട്ട് പോകുവാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾ, എല്ലാ മുന്നേറ്റങ്ങൾക്കും തടസ്സം കാണുന്ന ചില ഭടന്മാർ പറഞ്ഞു, ഈ നീലമേലാപ്പ് പോലെ കിട്ടിയ ആകാശത്തെ നോക്കിയിട്ട് ചക്രവർത്തിയോട് ചോദിച്ചു, അല്ലയോ ചക്രവർത്തി, ഈ നീലമേലാപ്പ് പോലെ കിട്ടിയ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുകയാണെങ്കിൽ നാമെല്ലാം ചത്തുപോകുകയില്ലേ, മരിച്ചു പോകുകയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുന്നോട്ട് പോകുവാനുള്ള ഈ ഭടന്മാരുടെ ഇച്ഛാശക്തി ഇല്ലാത്തതാണ് ഈ ചോദ്യം എന്ന് കേട്ടിട്ട് അലക്സാണ്ടർ ചക്രവർത്തി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നാളെ നമ്മൾ മുന്നോട്ട് തന്നെ പോകുക ചെയ്യും. ഈ മുന്നോട്ട് പോകുന്ന പോക്കിൽ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ നീലമേലാപ്പ് കിട്ടിയ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുകയാണെങ്കിൽ നമ്മുടെ കുന്തമുനകളിൽ അതിനെ താങ്ങി നിർത്തി അതിൻ്റെ ഇടയിലൂടെ നമ്മൾ മാർച്ച് ചെയ്തു പോകും എന്നാണ് പറഞ്ഞത്. അത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പ്രതിഭകൾക്കുള്ള അവാർഡാണ് വാസ്തവത്തിൽ ഇവിടെ വിതരണം ചെയ്തത്. ഓരോ ആളുകളുടെയും ഇച്ഛാശക്തിയുടെ മുന്നിൽ അവരുടെ ഇച്ഛാശക്തിയുടെ മുന്നിൽ നമ്മൾ അത്ഭുത പരതന്ത്രരായി നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിനാണ് ഈ അവാർഡ് സാക്ഷ്യം വഹിച്ചത്. ഇതിൽ അധ്യക്ഷത വഹിച്ച പത്മശ്രീ ഭരത് മമ്മൂട്ടി, ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ജോൺ ബ്രിട്ടാസ് MP, ജൂറി ചെയർമാൻ ശ്രീ രഞ്ജി പണിക്കർ, ശ്രീ TR അജയൻ, അഡ്വക്കേറ്റ് CK കരുണാകരൻ, VK മുഹമ്മദ് അഷറഫ്, AK മൂസ മാസ്റ്റർ, അവാർഡ് ജേതാക്കളായ മാസ്റ്റർ യാസിൻ, കൊമ്പൻസ് റൈഡേഴ്സ്, നൂർ ജലീല, AK ശാരിക എന്നിവർക്കും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച ഇതിൻ്റെ പ്രായോജകർക്കും സ്പോൺസേഴ്സിനും എല്ലാവർക്കും കൈരളി TVയുടെയും മലയാളം കമ്മ്യൂണിക്കേഷൻ്റെയും പേരിൽ ആത്മാർത്ഥമായ നന്ദി, കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.